ഹായ് ഹലോ ഓൾ, എല്ലാവർക്കും മലയാളി ഇൻ ഡോയ്ച്ച്ലാൻഡ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിള. ഞാൻ ജർമ്മനിയിൽ ഹാനോവറിലെ ലാഡ്സണിൽ ഫാമിലിയുമായിട്ട് സെറ്റിൽഡാണ്. ഇതെൻ്റെ രണ്ട് മക്കൾ, മോൾ 5ലും മോൻ 3ലും പഠിക്കുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഒരു ജർമ്മൻ ലാംഗ്വേജ് കോഴ്സിന് ചേർന്ന് അത് ഏകദേശം കംപ്ലീറ്റ് ആകാറായി വരുന്നു. ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ജർമ്മനിലെ ഡെയിലി വ്ളോഗ്സ്, ജർമ്മൻ ലൈഫ് സ്റ്റൈൽസ്, ഞങ്ങളുടെ ഫാമിലി വ്ളോഗ്സുകളുണ്ടായിരിക്കും, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസായിട്ടുള്ള ഫണ്ണി മൊമെൻറ്റ്സ് ആൻഡ് സെലിബ്രേഷൻസ് എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ ഞാനൊരു വർക്കിംഗ് മദറാണ്, നേഴ്സായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ എൻ്റെ പ്രൊഫഷണൽ റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകളും ഞാൻ ഇതിലൂടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ മൂന്ന് വേറെ ഫാമിലീസുമായിട്ടാണ് ഒന്നിച്ചാണ് ഇവിടെ താമസിക്കുന്നത്. അവർ 3 പേരും എൻ്റെ ഫ്രണ്ട്സാണ്. ഇതാണ് ഒരു ഫാമിലിയിലെ ഏറ്റവും ഇളയ ആൾ, എൻ്റെ ഫ്രണ്ട് ജിനിയുടെ മകനാണിത്. 1.5 വയസ്സുകാരൻ മാനൂട്ടൻ, എറിക് മാനുവൽ എന്ന പേര് ഞങ്ങളുടെ മാനൂട്ടൻ. ഞങ്ങളിപ്പോൾ ഇവിടെ ഇത്രയും നേരം മാനൂട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കാരണം, നമ്മൾ ഫ്രണ്ട്സ് എല്ലാം ഇവിടെ ആയി, ഫാമിലീസ് എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എടുത്ത ഒരു ഡിസിഷനാണ് എല്ലാ മാസവും ഒരു ദിവസം ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ കൂടി നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക, ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ താമസിക്കുന്നത് 5th ഫ്ലോറിലാണ്. മനുവിൻ്റെ ഡാഡ് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയതേ ഉള്ളൂ, മമ്മ എത്താൻ കുറച്ച് ലേറ്റാകും. അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ടാണ് ഞങ്ങൾ ഇപ്പം മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് സ്റ്റെയർ കയറി പോന്നു, ഞങ്ങൾ സ്പീഡിൽ ലിഫ്റ്റിലും പോകുന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട് അർച്ചന 6th ഫ്ലോർ താമസിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഫാമിലി ഗെറ്റ് ടുഗദർ. അർച്ചനയും എന്നെപ്പോലെ തന്നെ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ ഡോർ തുറന്ന ആളാണ് ഗൗരി. പുറകെ കൂടെ ഓടിപ്പോയ ആളാണ് പ്രവീണേട്ടൻ, അർച്ചനയുടെ ഹസ്ബൻഡാണ്. അർച്ചന ഇവിടെ അടുക്കളയിൽ നമുക്ക് വേണ്ടി തേയില കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. തേയില ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം അർച്ചന ഞാൻ പറഞ്ഞ പോലെ നേഴ്സാണ്, എൻ്റെ കൂടെ എൻ്റെ അതേ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്നു. എനിക്ക് അർച്ചനയും ജിനി, ഷാൻഡി എന്ന് പറഞ്ഞ ഒരാളും കൂടെ ഉണ്ട് ഇവിടെ നമ്മുടെ കൂടെ തന്നെ താമസിക്കുന്ന. ഷാൻഡി, പിന്നെ സുബി കുറച്ച് ഇവിടുന്ന് ദൂരത്തെ ഒരു കുറച്ച് അങ്ങോട്ട് മാറിയാണ് താമസിക്കുന്നത്. ഇവരെല്ലാമായിട്ട് ഒരു ഏകദേശം 2018 മുതലുള്ള ബന്ധമാണ്. ഞങ്ങൾ എങ്ങനെ ഫ്രണ്ട്സായി, എങ്ങനെ കൂടി എന്നൊക്കെ ഉള്ളത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മക്കളെല്ലാം ഇവിടെ വന്നു, പിന്നെ ഇവരെല്ലാം ഇവിടെ കിടന്ന് കളി തുടങ്ങി, ബഹളമാവും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇന്ന് ശനിയാഴ്ചയാണ്, പിറ്റേ ദിവസം ഞായറാഴ്ച, ഇവിടെ എല്ലാവരും നന്നായിട്ട് കാമായിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ പിള്ളേരോട് ഇങ്ങനെ അധികകാലം ശബ്ദം വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് ഹസ്ബൻഡുമാരെല്ലാവരും. ഇത് പ്രവീണേട്ടൻ, ഇതാണ് ജിനിയുടെ ഹസ്ബൻഡ്. ജിനിയുടെ ഹസ്ബൻഡ് അൻസൻ എന്നാണ് അവൻ്റെ പേര്. അർച്ചന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ് തന്ന് ഹായ് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. മാനൂട്ടൻ അവൻ്റെ പ്രായത്തിൻ്റെതായ എല്ലാ കുസൃതി ഒപ്പിക്കുന്നു. അതിലെ ആ പിള്ളേർ ഓടുന്ന കൂട്ടത്തിൽ അതിലെല്ലാം ആ സെറ്റിയുടെ മുകളിൽ കൂടെ എല്ലാം വലിഞ്ഞു കയറാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഞാൻ എടുത്തോണ്ട് ഓടി വരുമായിരുന്നു. ഇപ്പം വേറൊരു ഫ്രണ്ടും കൂടെ വന്ന് ഞാനും അർച്ചനയും കൂടി ഇന്ന് വർത്തമാനം പറയാണ്. ഷാൻഡി വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ഷാൻഡി വന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ രണ്ടിൻ്റെയും കൂടെ ആ ഘോരമായ വർത്തമാനത്തിനിടയിൽ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഷാൻഡി ആകെ ചമ്മിയിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആകെ ചമ്മലിലിരിക്കുകയാണ്. ഷാൻഡിയും ഈ വരുന്നതാണ് ജിനിയും അർച്ചനയും ഞാനും എല്ലാം ഒരേ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ കയറി വരുന്ന മുഖം മറിച്ച് വീഡിയോ കാണിക്കാതിരിക്കാൻ വേണ്ടി കയറി വരുന്ന ആളാണ് ജിത്തു. ഇവിടെ സ്റ്റുഡൻ്റായിട്ട് വന്ന ആളാണ്. അവനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യാൻ വന്ന് പരിചയപ്പെട്ട് ഇപ്പോൾ ഫ്രണ്ട്സായി ഫാമിലിയായി നിൽക്കുന്നു. ഇത് അഞ്ജന ഇതുപോലെ തന്നെ സ്റ്റുഡൻ്റായിട്ട് പഠിക്കാൻ വന്ന ആളാണ്. സോ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഫുഡിൻ്റെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം വർത്തമാനം പറഞ്ഞു. ഇതൊക്കെയാണ് ഫുഡ്. അർച്ചന കുറേ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 ഡിഷസ് വീതമാണ് ഉണ്ടാക്കിയത്. ചപ്പാത്തി ഉണ്ടാക്കി, കപ്പ വേവിച്ചു. തന്നെ എനിക്ക് തോന്നുന്നു ഇതിലും ചപ്പാത്തി തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. മോളാണ് തുറന്നത്, അത് തന്നെ ചപ്പാത്തി തന്നെയായിരുന്നു. അവൾക്ക് പാത്രം തുറക്കാൻ പാടുപെട്ടു, അതാണ് അങ്ങനെ വന്നത്.
അത് കഴിഞ്ഞ് പിന്നെ പോർക്ക് ഫ്രൈ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പോർക്ക് ഫ്രൈ ആയിരുന്നു. പോർക്ക് ഫ്രൈ, ബീഫ് കറി ഉണ്ടായിരുന്നു. ദെൻ ചിക്കൻ ഇതുപോലെ റോസ്റ്റ് ചെയ്ത പോലെ ചിക്കനും ഉണ്ടായിരുന്നു. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് നമ്മൾ അർച്ചന ഇവിടെ വിളമ്പി കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ വിളമ്പി കൊടുക്കുക അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് വന്ന് കഴിക്കുക. പിന്നെ ഇതുപോലെ അവളങ്ങ് അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ വിളമ്പി തരൂ എന്ന് പറഞ്ഞ് ക്യൂ ആയിട്ട് പോയി നിന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് 1-2 പേർക്ക് വിളമ്പി, ബാക്കി എല്ലാവരും സ്വയമേ കഴിച്ചു. ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഞാൻ കപ്പ, ബീഫ്, പോർക്ക് ഫ്രൈ ഇത് 3 ആദ്യമേ എടുത്ത്. ഇതിന് ശേഷം ഞാൻ ചപ്പാത്തിയും കൂടെ കഴിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞത് എൻ്റെ മകൻ ചുമ്മാ പാട്ട് വെച്ച് എൻ്റെ മോനും മാനും കൂടെ ചുമ്മാ നിന്ന് ഡാൻസ് കളിക്കുക, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചുമ്മാ അവിടെ കിടന്ന് ഡാൻസ് കളിക്കാമെന്നുള്ള ഇതിൽ പറഞ്ഞ് ഒരു പാട്ടിട്ട് ചുമ്മാ കിടന്ന് തുള്ളുക, അത്രയേ ഉള്ളൂ. അല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവീണേട്ടൻ ഞങ്ങളെല്ലാം കഴിക്കുമ്പം കൊച്ചിനെയൊക്കെ നോക്കി പിള്ളേരെയൊക്കെ നോക്കി ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ പ്രവീണേട്ടൻ അപ്പോഴൊന്നും കഴിക്കില്ല. പിന്നെ മക്കൾസ് ഓൾറെഡി നേരത്തെ കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതാണ് അപ്പം ഞങ്ങൾ വർത്തമാനത്തിലായിപ്പോയെന്ന് തോന്നുന്നു. അത് കാരണം അതെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവരിവിടെ വീഡിയോസൊക്കെ നോക്കിയിരിക്കുന്നു. ഞാൻ ഇച്ചിരി ഫാസ്റ്റിൽ അതങ്ങ് എടുത്തതാണ്. കുറേ ലാഗാകണ്ടല്ലോ, നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കുറച്ചുകൂടെ ഫാസ്റ്റിൽ ഇട്ടതാണ്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങളൊരു അന്താക്ഷരി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഭയങ്കര അടിയൊക്കെ ആയി. അങ്ങനെയൊക്കെയുള്ള ആ വീഡിയോസ് ഞാൻ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് കട്ട് ചെയ്തിട്ടില്ല. ഞാൻ അതുപോലെ തന്നെ അത് പോസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയുക. എങ്ങനെയാണ് ഈ വീഡിയോ കുറച്ചുകൂടെ നന്നാക്കണം എന്താണെന്നെങ്കിലും നിങ്ങളത് എന്നോട് പറയണം. ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് ഇനിയും വരുന്ന വീഡിയോയിലും ഇതുപോലുള്ള ഓഡിയോ ക്ലിപ്സ് ആഡ് ചെയ്യണമെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഞാനിടും. ഈ പുള്ളിയില് റീച്ച് കിട്ടാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കാം. തലയിലൊരു കോപ്പുമില്ല. ഇല്ല, ഒറ്റ അക്ഷരം അഭയം നൽകണേ. നായില്ല, ഒരൊറ്റ അക്ഷരം നിങ്ങളെ കാവച്ച് പാട്. നമ്മളെ പാട്ട് പാടുന്ന നിങ്ങളെ പാട്ട് എന്നാലും എനിക്ക് അറിയാൻ ചോദിക്കാം. ഇവിടെ ഉള്ള പെണ്ണ ഉള്ള ആണെങ്കിലല്ല നല്ല ശബ്ദം. അതല്ല ഇപ്പൊ പാടിയ പൂന്തൊടിയിൽ പുന്നാരം കിഴക്കുണരും പക്ഷി 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 കിഴക്കുണൊരു പക്ഷി ഉണ്ടതാ. മണ്ണിന്റെ
കണ്ണു ചുവക്കുന്നു പല്ല് പല്ല് കടിക്കുന്നു മുട്ടി ചുരുട്ടുന്നു ആകെ തീർക്കണം അടിഞ്ഞിരമ്പ് വലിച്ചു എടാ അത് തമിഴ് പാട്ടാ. അയ്യോ കേൾക്കോ അല്ലല്ല ഇതാണ് കൊച്ചു ആന പറഞ്ഞത്. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി എന്റെ കയ്യിലുണ്ടടി പാട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ചിങ്കാരി കളിയാടാൻ വാ. കസവിന്റെ തട്ടമിട്ട് വെള്ളിയാമിട്ട് പൊന്നിന്റെ കൊലുസ് വിട്ടൊരു മൊഞ്ചത്തി കൂന്താലിക്കുഴയൊരു അമ്പത്തി ഇപ്പൊ ഇവിടെ മതിയോ? ആ, ഉണ്ട്. നീ അറിഞ്ഞോ? എടി കിട്ടിയോ? എന്നോട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.